കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, വരാനുള്ളത് അടിപൊളിയാക്കുക. ഹലോ, വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് മാച്ചിനെ കുറിച്ചിട്ടാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് മുംബൈ സിറ്റിനായിട്ടാണ്. അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേഡിയമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ, കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കളി നടക്കുക എന്നുള്ളത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ISL അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഏതൊരു ടീമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ടീം എടുത്താലും, നിങ്ങൾക്ക് ഫേവറേറ്റ് അല്ലാത്ത ഏത് ടീം എടുത്താലും, സ്വന്തം സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ഒരു പവർ അത് വേറെ സ്റ്റേഡിയത്തിൽ പോയാൽ കിട്ടില്ല. ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് സ്റ്റേഡിയത്തിൻ്റെ മെനയും ബ്യൂട്ടിഫുള്ളും വണ്ടർഫുള്ളും ഒന്നും കണ്ടിട്ടല്ല. ഒരു ടീമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ആ ടീമിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് എതിരാളികൾ വരുമ്പോൾ ആ സ്വന്തം ടീമിനൊരു ശക്തി ഉണ്ടാവും, സ്വന്തം ഫാൻസിൻ്റെ ഒരു പവർ അവർക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടാവും. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഞാനിതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ISLൻ്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കണക്കുകളിൽ നമ്മളെപ്പോഴും കാണാറുള്ളൊരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് കൊച്ചി സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ, ഹോം സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനുള്ള ചാൻസ് 99 അല്ലെങ്കിൽ 90% ജയിക്കാനുള്ള ചാൻസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ സീസണിൽ അത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണം. എന്നിരുന്നാലും ഞാൻ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 90% കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനുള്ളൊരു ചാൻസാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കൊച്ചി സ്റ്റേഡിയത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് എവർക്കും അറിയാം, ഈ 22-ാം തീയതിയാണ്, 7:30-ക്കാണ് കളി നടക്കുന്നത്. നമുക്കറിയാം 7:30-ക്കാണ്. നമ്മളെ പണികളും എല്ലാം കഴിഞ്ഞിട്ട് ടൈമുണ്ട്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി എന്ന് പറയുന്നത് 7:30-ക്കാണ്. 22-ാം തീയതി 7:30-ക്കാണ് കളി നടക്കുന്നത്. അതും കൊച്ചി സ്റ്റേഡിയത്തിലാണ്. നമുക്ക് കളിയിലെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നല്ല, മുംബൈ സിറ്റിയിൽ നമുക്ക് തുടങ്ങാം. മുംബൈ സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, വമ്പന്മാർ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ശക്തരാണ്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് എടുത്ത് പറയാം. ATKയുമായി കളിച്ചൊരു കളി, അതായത് നമ്മളറിയാം കഴിഞ്ഞ കളി കേരള ബ്ലാസ്റ്റേഴ്സും ATK മോഹൻ ബഗാൻ സൂപ്പർ എന്താ അറിയോ, ഈ മോഹൻ ബഗാൻ എപ്പോഴും ATK നമ്മൾ ISL തുടങ്ങിയാൽ തന്നെ ഇങ്ങനെ ATK ഇങ്ങനെ ശീലമായി വന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിലും മോഹൻ ബഗാൻ എന്ന് പറയുമ്പോൾ ഒരു കിട്ടണില്ല, ഫസ്റ്റ് തൊള്ളിലേക്ക് ATKയാണ്. അതുകൊണ്ടാണ്. സോറി കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരമായിട്ടുള്ള മോഹൻ ബഗാനായിട്ടുള്ള മത്സരത്തിൽ അവർ 2-0 കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കുകയായിരുന്നു. ഞാനിതോടെ പറയാനുള്ള കാരണം, മോഹൻ ബഗാനെ പോലെ ആയിരിക്കില്ല മുംബൈ സിറ്റി എന്ന് പറയുന്നത്. കാരണം അടിയുടെ അടിക്കാരം, അതായത് കിട്ടുന്ന ബോൾ മൊത്തം മരടിക്കും, അടിച്ച് അണ്ണാക്കി കയറ്റാന്ന് പറയില്ലേ, ആ ടൈപ്പ് ടീമാണ് മുംബൈ. അതിനവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ കണ്ടിട്ടുമുണ്ട്, പ്രത്യേകിച്ച് മുംബൈൻ്റെ മത്സരം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവന്മാരെ കിട്ടി അടിക്കും. പിന്നെ അവന്മാരെ വേറെ പരിപാടി ഉണ്ട്, അതായത് ഒരു ഗോള് അവന്മാർ ലീഡ് എടുക്കുകയാണെങ്കിൽ ബോൾ തരാത്തൊരവസ്ഥ, അത് ഏറ്റവും കൂടുതൽ അവന്മാർ കാട്ടുന്നുമുണ്ട്. നിങ്ങൾ ചില സീസണൊക്കെ മുംബൈൻ്റെ എടുത്തു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ അതിനവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുംബൈ ശക്തരാണ്. വല്ല അഴിച്ചുപണികളൊന്നുമില്ല. അഴിച്ചുപണി മീൻസ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പ്ലേയേഴ്സിനെ അങ്ങനെ ഒഴിവാക്കിയതായിട്ടുള്ള വല്ല റിപ്പോർട്ടൊന്നും ഇവിടെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും അവരെ പ്ലേയേഴ്സ് പോയോ എന്നുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ഒരു വീഡിയോ അതിന് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റീൻ്റെ പ്ലേയേഴ്സൊന്നും അങ്ങനെ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലോ. ഞാൻ കണ്ടിട്ടില്ല. അഥവാ നീ പോയിട്ടുണ്ടെങ്കിൽ സോറി. പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കും. മുംബൈ സിറ്റി ശക്തരാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയാം. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന നിലയിലും പറയുകയാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കളി കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കളി എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും
പറഞ്ഞില്ലേ അങ്ങനെ തുള്ളി വരികയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയിൽ നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരവസ്ഥ. മര്യാദയ്ക്ക് ബോൾ പോലും കിട്ടിയിട്ടില്ല. ഞാൻ ബോൾ പോലും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിക്കണോ എന്നൊക്കറിയില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിന് ഷോട്ട് എന്ന് പറയുന്നത് 12 ഷോട്ട് അവന്മാർ അടിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അതിൽ നമ്മളടിച്ച ഷോട്ട് എന്ന് പറയുന്നത് വെറും 2 എണ്ണമായിരുന്നു. ജയിക്കോ തോൽക്കോ എനിക്കറിയില്ല, കാരണം ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. എന്നിരുന്നാലും ജയിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നത്, നമ്മളെ ടീമാണ്, നമ്മളെ മലയാളികളുടെ ടീമാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയുന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഇത് നമ്മളെ ടീമാണ്. ഇനിയിപ്പോൾ എത്ര തോറ്റാലും, ഇപ്പോൾ ഈ സീസൺ മൊത്തം തോറ്റു എന്ന് വെച്ചാലും നമ്മൾ ഈ ടീമിനെ ഒരിക്കലും ഒഴിവാക്കില്ല. ചിലപ്പോൾ കുറച്ച് കുറ്റമൊക്കെ പറയും, കാരണം ദേഷ്യം കൊണ്ടാണ്, വേറൊന്നല്ല. ആ ദേഷ്യം അവിടെ തീർത്തതിന് ശേഷം പിന്നൊരു കളി വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണും. അതാണ് നമ്മളെ ടീമാണ്. എന്താണെന്നറിയില്ല, നമ്മളെ ഉള്ളിൽ എന്താ പറയുക, ഒരു സ്ഥാനം കിട്ടിപ്പോയി. അതിൻ്റെ കളി ഉണ്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ കൈയും കാലുമൊക്കെ ഓട്ടോമാറ്റിക് അങ്ങോട്ട് ചലിച്ച് ആ കളി കാണാൻ പോകും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ കോൺഫിഡൻസ് ആയിരിക്കില്ല, അത്ര വലിയ കോൺഫിഡൻസ് എനിക്കില്ല. കാരണം കഴിഞ്ഞ കളി എടുത്ത് നോക്കണമെങ്കിൽ നമുക്കറിയാം, വളരെ എന്താ പറയുക, വളരെ സങ്കടം തോന്നിട്ടോ ആ കളി കണ്ടപ്പോൾ. വളരെ സങ്കടം തോന്നി. കാരണം അവരൊരു ഗോൾ, മോഹൻ ബഗാൻ ഒരു ഗോൾ അടിച്ചപ്പോൾ ഒന്ന് തിരിച്ചടിക്കാൻ പോലും ഒരു പ്രതീക്ഷ നൽകുന്നൊരു താരം നമുക്കില്ലായിരുന്നു, ഒരാൾ വരുന്നത് വരെ. അതിലേക്ക് ഞാൻ കിടക്കാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം ജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര തളർന്നിരിക്കുകയാണെങ്കിലും നമ്മളെ രക്ഷിക്കാൻ ഒരാളുണ്ടാവാറുണ്ട്. അവനായിരിക്കും ആളെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ആളെ പറയുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ മത്സരത്തിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും മത്സരത്തിൽ നിഹാൽ സുധീഷിനെ പിൻവലിച്ചുകൊണ്ട് ഒരു താരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കെവിൻ യോക്ക് എന്ന് പറയുന്ന ഒരു പ്ലെയർ. മൂപ്പരക്കളിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂപ്പരക്കളി എന്ന് പറയുന്നത്. അവിടെ ഞാൻ കൂടുതലായിട്ടൊന്നും മൂപ്പരക്കളിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, മുംബൈ സിറ്റിയുമായുള്ള ഈ മത്സരം 22-ാം തീയതി നടക്കുമ്പോൾ മുംബൈ സിറ്റിയെ വിറപ്പിക്കാൻ പോകുന്ന, ഭയപ്പെടുത്താൻ പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കും കെവിൻ യോക്കി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കെവിൻ യോക്കി അത്ര വലിയ പ്ലെയറാണോ? 2 സ്കില്ലിട്ട് 2 ആൾക്കാരെ മറികടന്ന് ഒരു ക്രോസും കൊടുത്ത് വെച്ചിട്ട് മെയിൻ ആവുമോ എന്ന ചോദ്യത്തിന് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താണ്. മോഹൻ ബഗാൻ്റെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഭയപ്പെടുത്തിയ ഒരു താരമുണ്ടെങ്കിൽ അത് കെവിൻ യോക്കിയാണ് എന്ന് മോഹൻ ബഗാൻ്റെ കോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഡേഞ്ചർ അല്ലേ? അപ്പോൾ കുറേ പറഞ്ഞുകൊണ്ടോ തൊള്ളട്ടുകൊണ്ടോ ഒന്നും കാര്യമില്ല. കളിച്ചെന്നെ കളിക്കണമെന്നുള്ള ഒരൊറ്റ വാശിയോടെ ഞാൻ പറയുകയാണ്, മുംബൈ സിറ്റിയെ വെറുപ്പിക്കാൻ എന്നുള്ള തുള്ളിയൊന്നായിരുന്നു, വെറുപ്പിക്കാൻ പോകുന്ന ഒരു താരമുണ്ടെങ്കിൽ അത് കെവിൻ യോക്കി ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കുറേ നേരമായി അവസാനിക്കില്ലേ. കളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ റിസൾട്ടുമായി വരുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്, നിങ്ങളെ പ്രഡിക്ഷന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. എത്രയായിരിക്കും, എത്ര എണ്ണത്തിനേക്കാരനുള്ള നിങ്ങളെ ഒരു പ്രഡിക്ഷൻ, കേരള വേഴ്സസ് മുംബൈ സിറ്റി നടന്നാൽ എത്ര ഗോൾസ് ആയിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ആരുടെയൊക്കെ ശരിയാവും നോക്കാമല്ലോ. ഓക്കെ, ശരിയാവുന്ന ഇതൊക്കെ നമ്മൾ നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കളി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ടുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 22-ാം തീയതി കാത്തിരിക്കാം, 7-ക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.